നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ മന്ത്ലി നല്ലൊരു ഇൻകം ഉണ്ടാക്കണം. സോ ഫേസ്ബുക്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതായത് ഫേസ്ബുക്ക് റീൽസ് മോണിറ്റൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒരുപാട് പേര് ഫേസ്ബുക്കിലൂടെ ധാരാളം ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട്. സോ ഈ 3 ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കും റീൽസ് വീഡിയോസ്, അതായത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് വീഡിയോസിലൂടെ ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് 3 ഡിഫറൻറ്റ് മെത്തേഡ്സിലൂടെയാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾ ഈ ഒരു ട്രിക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതായത് മന്ത്ലി നല്ലൊരു ഇൻകം തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്കിലാണെങ്കിൽ ശരി, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ഒറ്റ റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. അതായത് ഒറ്റ റീൽസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്താൽ മതി. 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് 3 നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഫേസ്ബുക്ക് റീൽസ് വീഡിയോസ് എങ്ങനെ വൈറലാക്കാം എന്നുള്ള സീക്രട്ട് ട്രിക്കും പറയുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം പോലെ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് പോലെയല്ല ഫേസ്ബുക്ക് കുറച്ചുകൂടെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സോ അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് റീൽസ് വീഡിയോസ് വൈറലാക്കാൻ നോക്കാം. മെയിൻലി 3 മെത്തേഡാണ് ഫേസ്ബുക്ക് റീൽസ് മോണിറ്റൈസേഷനിലുള്ളത്. അതായത് അതിൽ ഫസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്സ് ഓൺ റീൽസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ യൂട്യൂബിൽ പോലെ തന്നെ നമുക്ക് ആഡ്സ്, അതായത് സെയിം മെത്തേഡാണ് ഇവിടെയും വർക്ക് ആവുന്നത്. നിങ്ങൾ ഫേസ്ബുക്ക് റീൽസ് അപ്ലോഡ് ചെയ്താൽ മതി. ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ആഡ്സ് കാണിക്കും. അതിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫേസ്ബുക്ക് റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അത് ഈസി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഈ സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ സ്റ്റാർസ് എന്നതാണ്. അത് നമ്മൾ ഒരു ഫേസ്ബുക്ക് റീൽസ് വീഡിയോസ് കാണുമ്പോൾ അതിന് താഴെ നമുക്ക് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയൻസ് ഗിഫ്റ്റ് തരുന്ന ഒരു മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോ കണ്ട് ഈ ഒരു സ്റ്റാർസ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർസ് ഗിഫ്റ്റായി തരികയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സ്റ്റാർസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നിശ്ചിത ശതമാനം നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് തരും. അതിലൂടെ നമുക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. സബ്സ്ക്രിപ്ഷൻ മോഡലിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ആമസോൺ പ്രൈം അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലൊക്കെ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ അതായത് ആമസോണിലുള്ള പോലെ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലുള്ള പോലെ തന്നെ നമുക്ക് നമ്മളുടെ പേജിലും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ നമുക്ക് എനേബിൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. നമുക്ക് തന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ മന്ത്ലി എത്ര ക്യാഷാണ് പേ ചെയ്യേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സെറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഓഡിയൻസ് നമ്മളുടെ പേജ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് ഡയറക്റ്റ്ലി ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതാണ് 3 മെത്തേഡ് എന്നുള്ളത്. ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് കൊളാബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബോണസ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സ്ട്രീമിലൂടെ നമുക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 3 മെത്തേഡ് നിങ്ങൾ കറക്റ്റായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിലൂടെ ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇനി ഫേസ്ബുക്ക് റീൽസ് വീഡിയോസ് വൈറലാക്കാനുള്ള സീക്രട്ട് ട്രിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് പോലെയല്ല, കുറച്ചുകൂടി എൻ്റർലി ഡിഫറൻ്റ് ആണ്. അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ അവസാനം വരെ കാണാനുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുക. ഈ ഒരു എലമെൻറ്റ് ആഡ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ഫേസ്ബുക്ക് റീൽസ് വീഡിയോസ് നിങ്ങൾക്ക് വൈറലാക്കാൻ സാധിക്കും. ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.